ഗൈസ്, ഐ ലീഗ് അതിൻ്റെ ഒരു മിഡ് സീസണിൽ എത്തി നിൽക്കുന്ന സമയത്ത് ആരായിരിക്കും അടുത്ത സീസണിലേക്ക് ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് പ്രൊമോട്ട് ആകുക, അല്ലെങ്കിൽ ഐ ലീഗ് ചാമ്പ്യൻസ് ആകുക? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് 6 നിൽക്കുന്ന എല്ലാ ടീമുകൾക്കും സാധ്യത ഉണ്ട് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും പറയേണ്ടി വരും. പക്ഷേ എന്നിരുന്നാൽ പോലും ചില ടീമുകളുടെ പ്രകടനങ്ങൾ എടുത്തു പറയേണ്ടതാണ്. അതിലേറ്റവും സംസാരിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പം പോയിൻ്റ് ടേബിളിൽ ഒന്നാമത് നിൽക്കുന്ന നാംദാരി FC എന്ന് പറഞ്ഞിട്ടുള്ള പഞ്ചാബ് ബേസ് ചെയ്തിട്ടുള്ളൊരു ടീമാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെയാണ് അവർ ഐ ലീഗിലേക്ക് എത്തിയത്. ആരും പ്രതീക്ഷിച്ചിരുന്നൊരു ടീമല്ല ഈ ഒരു സ്റ്റേജിൽ അവർക്കിപ്പോൾ ഒന്നാം സ്ഥാനത്തൊക്കെ നിൽക്കാനാകുമെന്നുള്ളത്. 12 മത്സരങ്ങളിൽ നിന്ന് 24 പോയിൻ്റാണ് അവർക്കുള്ളത്. അതായത് 12 മത്സരങ്ങളിൽ അവർക്ക് 7 മത്സരം വിജയിക്കാനും 3 മത്സരം സമനിലയാകുകയും 2 മത്സരം തോൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. നാംദാരി അത്ര മികച്ച രീതിയിലുള്ളൊരു തുടക്കമൊന്നും അല്ലായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതായത് ആദ്യത്തെ 3 മത്സരത്തിൽ 2 മത്സരവും പരാജയപ്പെട്ടു എന്നുള്ളതാണ്. പിന്നീട് നടന്ന 9 മത്സരങ്ങൾ, ഈ 9 മത്സരങ്ങൾ അവർ അൺബീറ്റൺ ആയിട്ടാണ് മുന്നേറുന്നത് എന്നുള്ളതാണ്. അർജന്റീനൻ കോച്ചായിട്ടുള്ള ഫെർണാണ്ടോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോച്ചിൻ്റെ അണ്ടറിൽ അത്ര മികച്ചൊരു സ്ക്വാഡെന്നൊന്നും പറയാൻ ഒരിക്കലും നമുക്ക് സാധിക്കില്ല. നിങ്ങൾ ജസ്റ്റ് സ്ക്വാഡൊക്കെ നോക്കിയോ, അത്ര സുപരിചിതരായിട്ടുള്ള താരങ്ങളൊന്നും തന്നെയില്ല. ഇപ്പോൾ ദാവിന്ദർ സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള മുംബൈ സിറ്റി FC-യിലും ചെന്നൈയിൻ FC-യിലും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഒരു മെയിൻ പ്ലെയറൊന്നും അല്ലായിരുന്നു. എന്നാൽ ഇന്ത്യക്ക് വേണ്ടിയൊക്കെ പണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൊരു പ്ലെയറാണ്. അദ്ദേഹമാണ് എനിക്ക് നോക്കിയിട്ട് ആകെ അറിയാവുന്നൊരു പ്ലെയറായിട്ടുള്ളത്. പിന്നെ ഈസ്റ്റ് ബംഗാളിൽ കളിച്ചിട്ടുള്ള മറ്റൊരു പ്ലെയറും ഉണ്ട്. സോ വിദേശ താരങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാലും പുതുമുഖങ്ങളൊക്കെയാണ്. അവരെ വെച്ചിട്ടാണ് ഈ ഒരു തരത്തിലുള്ളൊരു മുന്നേറ്റം അവർ ഐ ലീഗിൻ്റെ ഒരു പകുതി കഴിയുന്ന സമയത്ത് എത്തി നിൽക്കുമ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. മോസ്റ്റ് നമ്പർ ഓഫ് ഗോൾസ് അടിച്ചിട്ടുള്ള ടീമുകളുടെ കാര്യം പരിശോധിക്കുമ്പോൾ അവർ ടോപ്പ് 5 പോലുമില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ഏറ്റവും കുറവ് ഗോൾ കൺസീഡ് ചെയ്തിട്ടുള്ള ടീമാണ് നാംദാരി FC എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ആദ്യത്തെ 3 മത്സരങ്ങളിൽ വിജയിക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞല്ലോ. ആ 3 മത്സരങ്ങളിലാണ് അവർ 4 ഗോളുകൾ വഴങ്ങിയിട്ടുള്ളത്. ബാക്കി 9 മത്സരങ്ങളിലാകെ വഴങ്ങിയിട്ടുള്ളത് 4 ഗോളുകളാണ് എന്നുള്ളതാണ്. അതിൽ 7 ക്ലീൻ ഷീറ്റുകൾ ഈ ഒരു സീസണിൽ ഉടനീളം നോക്കുമ്പോൾ നാംദാരി FC സ്വന്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഗോൾ അടിക്കാൻ, അതായത് ഡിഫെൻസീവ്ലി സ്ട്രോങ് ആയിട്ട് നിന്ന് എങ്ങനെ മാക്സിമം പോയിൻറ്റ്സ് നേടാമെന്നുള്ളതിൻ്റെയൊക്കെ ഒരു ഉത്തരമായിട്ട് വേണമെങ്കിൽ നമുക്ക് നാംദാരി FCയെ പറയാം. ഇനി രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ടീം ചർച്ചിൽ ബ്രദേഴ്സാണ്. നാംദാരിയേക്കാൾ 1 പോയിൻറ്റ് മാത്രമാണ് കുറവുള്ളത്. അതായത് 12 മത്സരങ്ങളിൽ നിന്ന് 23 പോയിൻ്റാണ് അവർക്കുള്ളത്. ഇവരെ സംബന്ധിച്ചതും തുടക്കം അത്ര മികച്ചതായിരുന്നില്ല. ആദ്യത്തെ 2 മത്സരങ്ങൾ അവർ വിൻലെസ് ആയിരുന്നു. എന്നാൽ അതിനുശേഷം അവർ ബാക്ക് ടു ബാക്ക് വിജയങ്ങൾ, 4 മത്സരങ്ങൾ അടുപ്പിച്ച് വിജയിച്ചു. അതിനുശേഷം ഒരു മത്സരം പരാജയപ്പെടുന്നത് നാംദാരിക്കെതിരെയാണ്. പിന്നെയും അവർക്ക് അടുപ്പിച്ച് 2 മത്സരങ്ങൾ വിജയിക്കാൻ സാധിച്ചു. അതും വലിയ മാർജിനിലൊക്കെയുള്ള വിജയങ്ങളൊക്കെ സ്വന്തമാക്കാൻ സാധിച്ചു. പിന്നീട് ഇപ്പോൾ അവസാനത്തെ 2-3 മത്സരങ്ങൾ വരുമ്പോഴത്തേക്കും കുറച്ചൊന്ന് താഴോട്ട് പോയി എന്നുള്ളത് ശരിയാണ്. അതല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം അവർ തന്നെയായിരുന്നു ഈ റേസ് കൂടുതൽ സമയം ടോപ്പ് ഓഫ് ദി ടേബിൾ ഉണ്ടായിരുന്നത്. ആ അവസാനത്തെ 2-3 മാച്ചസിലെ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തതാണ് അവർ രണ്ടാമതേക്ക് പിന്തള്ളാനായിട്ടൊരു കാരണമായത്. എന്താണെങ്കിലും നാംദാരി കഴിഞ്ഞാൽ ഏറ്റവും കുറവ് ഗോൾ കൺസീഡ് ചെയ്തിട്ടുള്ള ടീമാണ് ചർച്ചിൽ ബ്രദേഴ്സ്. 11 ഗോൾസോ മറ്റോ ആണ്. പക്ഷേ GDയിൽ നോക്കുമ്പോഴത്തേക്കും ചർച്ചിൽ ബ്രദേഴ്സാണ് മുമ്പിൽ. കാരണം അവർ കൂടുതൽ ഗോൾസ് സ്കോർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു സൈപ്രസ് കോച്ചാണ്. എന്താണെങ്കിലും ഇപ്പം നാംദാരിയേക്കാളിലൊക്കെ മികച്ച നമുക്കറിയാവുന്ന ഒരുപാട് പ്ലേയേഴ്സൊക്കെ ഉള്ളൊരു സ്ക്വാഡ് തന്നെയാണ് ചർച്ചിൽ ബ്രദേഴ്സിൻ്റേത്. അവർക്ക് ഇനിയും ഒരുപാട് മുന്നേറാനായിട്ട് സാധിക്കും. ഇവർക്ക് ടോപ്പിലെത്താനും ഒക്കെ ഉള്ളത്. കാരണം വലിയ പോയിന്റ് ഡിഫറൻസ് ഒന്നും ഇല്ലല്ലോ. മൂന്നാമത് നിൽക്കുന്ന ഇന്റർകാഷിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 3 പോയിന്റിൻ്റെ ഡിഫറൻസാണ് ഒന്നാമത് നിൽക്കുന്ന നാംദാരി ആയിട്ടുള്ളത്. ഇന്റർകാഷിയെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്കും അവർ ഈ പറഞ്ഞ ഒരു കൺസിസ്റ്റൻസി പ്രശ്നമായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ആദ്യം നല്ലൊരു തുടക്കം കിട്ടി, പിന്നീട് ചില തോൽവികൾ വന്നു. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിൽ നിൽക്കുന്ന 2 ടീമുകൾക്കെതിരെ, അതായത് നാംദാരിക്കെതിരെയും ചർച്ചിൽ ബ്രദേഴ്സിനെതിരെയും 1 പോയിന്റ് പോലും സ്വന്തമാക്കാൻ സാധിക്കാത്തൊരു സാഹചര്യമൊക്കെ വന്നു. അപ്പം ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് അവർക്ക് താഴോട്ട് പോകേണ്ടി വന്നത്. ആ 2 ടീമുകൾക്കെതിരെയെങ്കിലും അവർ മാക്സിമം പോയിന്റ്സ് സ്വന്തമാക്കാനായിട്ട് സാധിച്ചിരുന്നെങ്കിൽ അവർ ഈ പറഞ്ഞ പോലെ ഈ 2 ടീമിനെ താഴെയാക്കി ഇന്റർകാഷിയൊക്കെ മേളിൽ എത്താമായിരുന്നു. അവർക്ക് നല്ലൊരു സ്ക്വാഡുണ്ട്. ഇപ്പോൾ ഇന്ത്യൻ താരങ്ങളുടെ കാര്യം എടുത്തു കഴിഞ്ഞാലും വിദേശ താരങ്ങളുടെ കാര്യം എടുത്തു കഴിഞ്ഞാലും ആ ഒരു സ്ക്വാഡ് അവകാശപ്പെടാനുണ്ട്. അന്റോണിയോ ലോപ്പസ് സവാസിനെ പോലത്തെ വളരെ പ്രഗത്ഭനായിട്ടുള്ളൊരു കോച്ചുണ്ട്. അത്രയും ഒരു സംഭവങ്ങൾ ഉണ്ടായിട്ടും എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു പോയിന്റ്സ് അല്ല ഈ ഒരു സ്റ്റേജിൽ കിട്ടിയിട്ടുള്ളത്. എന്താണെങ്കിലും സെക്കൻഡ് ഫേസ് ഓഫ് ദി ഐ ലീഗിൽ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് നോക്കിക്കാണാം. കേരളത്തിൽ നിന്നുള്ള ക്ലബ്ബായിട്ടുള്ള ഗോകുലം കേരള 4ാം സ്ഥാനത്താണുള്ളത്. അവരുടെ ഒരു കാര്യം പറയുമ്പോഴത്തേക്കും ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ടീമായിരുന്നു എന്നുള്ളത് തന്നെയാണ് അവർക്ക് പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യാനുള്ള പ്രശ്നം. ഇപ്പോൾ 19 പോയിന്റ്സ് ആണുള്ളത്. അതായത് ഒന്നാമത് നിൽക്കുന്ന നാംദാരി ആയിട്ട് ഏതാണ്ട് 5 പോയിന്റിൻ്റെ ഡിഫറൻസ് ഉണ്ട്. ഇവരൊരു ഇന്ത്യൻ ഡിഫൻസാണ് കളിക്കുന്നത്. എന്നിട്ട് കൂടി അവരധികം ഗോൾസ് കൺസീഡ് ചെയ്തിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു നാംദാരിയും ചർച്ചിലും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കുറവ് ഗോൾ കൺസീഡ് ചെയ്തിട്ടുള്ള ടീമാണ്. പക്ഷേ അറ്റാക്കിങ്ങിൽ ഈ വിദേശ താരങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, അതിനുമേൽ ഗോളുകളും സ്കോർ ചെയ്തിട്ടില്ല എന്നുള്ളതും ഒരു ഫാക്ടറാണ്. പിന്നെ നിർണായക മാച്ചസിൽ ടോപ്പിൽ നിൽക്കുന്ന ടീമുകൾക്കെതിരെ പോയിന്റ്സ് സ്വന്തമാക്കാൻ സാധിക്കാത്തൊരു പ്രശ്നമാണ്. ചില മത്സരങ്ങളിൽ റിസൾട്ട് അനുകൂലമായിട്ട് വരേണ്ടടുത്ത് പോലും നേടിയെടുക്കാൻ സാധിക്കുന്നില്ല. ഇപ്പം ഏറ്റവും ഒടുവിൽ ഇന്റർകാഷിക്കെതിരെ ഹോമിൽ വിജയിച്ചു, എവേയിലേക്ക് വന്നപ്പോൾ പരാജയപ്പെടേണ്ടി വന്നു. അപ്പം അങ്ങനത്തെ കുറച്ച്
സാഹചര്യങ്ങൾ അവരെ വേട്ടയാടുന്നുണ്ടെന്നുള്ളതാണ്. എന്താണെങ്കിലും ഇപ്പം സെക്കൻഡ് ഫേസിലേക്ക് വരുമ്പോഴത്തേക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 മാച്ചസ് ആയിരിക്കും നാംദാരിയും ചർച്ചിലും ഒക്കെ. അപ്പോൾ അവർക്കെതിരെ ഒന്നും മാക്സിമം പോയിൻറ്റ്സ് ഡ്രോപ്പ് ചെയ്യാതെ മാക്സിമം പോയിൻറ്റ്സ് നേടിക്കഴിഞ്ഞാൽ തന്നെ അവർക്ക് ഈ ഗോകുലത്തിന് മേലോട്ട് വരാനുള്ള ഒരു വലിയ സാധ്യതയാണ്. അപ്പം ഗോകുലത്തിനുള്ളതുപോലെ തന്നെ 19 പോയിൻ്റാണ് റിയൽ കാശ്മീരിനും രാജസ്ഥാൻ യുണൈറ്റഡിനും ഉള്ളത്. പക്ഷേ ഇപ്പം റിയൽ കാശ്മീരിൻ്റെ കാര്യം എടുക്കുമ്പോൾ ഇഷ്ഫാഖ് അഹമ്മദ് എന്ന് പറയുന്ന ഇന്ത്യൻ പരിശീലകൻ്റെ അണ്ടറിലാണ് കളിക്കുന്നത്. കഴിഞ്ഞ സീസണിൽ അത്യാവശ്യം നല്ലൊരു പൊസിഷനിൽ ഫിനിഷ് ചെയ്യാൻ സാധിച്ചു. ഈ സീസണിലേക്ക് വരുമ്പോഴും താരതമ്യേന നല്ലൊരു ജേർണിയാണ് ഇതേവരെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ അവരുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ ഹോം മാച്ചസിൽ അവർക്ക് നല്ലൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം മറ്റ് ടീമുകൾക്ക് അത് രവയാണല്ലോ. അപ്പം അവിടുത്തെ സാഹചര്യം, കാശ്മീരിലെ സാഹചര്യങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം ടീമുകൾക്ക് ബുദ്ധിമുട്ട് ഉണ്ട് ആ ഒരു സാഹചര്യത്തിൽ. അപ്പം റിയൽ കാശ്മീർ മാക്സിമം പോയിൻറ്റ്സ് നേടുന്നുണ്ട്. അതാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് സീസണായിട്ട് അത് കാണുന്ന ഒരു കാര്യമാണ്. ഈ സീസണിലേക്ക് വരുമ്പോഴത്തേക്കും 8 മത്സരങ്ങൾ ഇതിനോടകം തന്നെ ഹോമിൽ റിയൽ കാശ്മീർ കളിച്ചു കഴിഞ്ഞു. എനിക്കൊന്നും അവിടെ അൺബീറ്റൺ ആയിട്ടാണ് അവർ മുന്നേറുന്നത്. പക്ഷേ ഇനി വരാനിരിക്കുന്ന എവേ മാച്ചസിൽ അവർ ചിലപ്പോൾ ദുർബലരായിട്ടുള്ള ടീമുകളോട് പോലും പോയിന്റ് ഡ്രോപ്പ് ചെയ്യുന്ന സാഹചര്യം വരും. അപ്പോൾ അതാണ് അവരെ ബാക്ക് ഫെയർ ചെയ്യുന്നുണ്ടാകുക. ഇപ്പോൾ രാജസ്ഥാൻ യുണൈറ്റഡിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും കൺസിസ്റ്റൻസി ഇല്ലായ്മയാണ് ഏറ്റവും പ്രധാന പ്രശ്നം. ഈ പറഞ്ഞ പോലെ ഗോകുലത്തിനുള്ളതുപോലെ തന്നെ പോയിൻറ്റ്സ് ആണുള്ളത്, പക്ഷേ അത്ര പോലും കൺസിസ്റ്റൻ്റ് അല്ല എന്നുള്ളതാണ്. സോ ആ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുന്നത് പോലെ ഇരിക്കും കാര്യങ്ങൾ. പിന്നെ അതിന് താഴെയാണ് ഷില്ലോങ് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ഐ ലീഗിൽ ഗോൾ അടിച്ചിട്ടുള്ള ടീമാണ്, 27 ഗോൾസ്. പക്ഷേ അതുപോലെ തന്നെ കൺസീഡും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് നിൽക്കുന്നത്. എന്നാൽ ശ്രീനിധി ഡക്കാൻ്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് വിഷമം. കാരണം അവരിപ്പോൾ പോയിന്റ് ടേബിൾ 8ാം സ്ഥാനത്താണുള്ളത്. അതായത് ഈ സീസണിൽ ഒരു ഫേവറേറ്റ്സ് എന്ന് വിശേഷിപ്പിച്ചിരുന്നൊരു ടീമാണ് എല്ലാവരും, ഇന്റർ കാഷിക്കൊപ്പം അല്ലെങ്കിൽ ഗോകുലം കേരളയ്ക്കൊപ്പം ഒക്കെ. പക്ഷേ അവർക്ക് അത്രമേലൊരു പോയിന്റ് നേടാൻ സാധിച്ചില്ല. ഇനിയൊരു തിരിച്ചുവരവ് വളരെ ഒരു ബുദ്ധിമുട്ടേറിയിട്ടുള്ള സാഹചര്യം തന്നെയാണ്. ഒരു നല്ല സ്ക്വാഡുണ്ട്, വിദേശ താരങ്ങളാണെങ്കിലും ഇന്ത്യൻ താരങ്ങളാണ്. പക്ഷേ അവർക്ക് ഈ പറഞ്ഞ റിസൾട്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നില്ല എന്ന് പറയുന്നൊരു ബുദ്ധിമുട്ടാണ്. അതിൻ്റെ താഴെയാണ് ഡെംബോ എന്ന് പറഞ്ഞിട്ടുള്ള ഗോവയിൽ നിന്നുള്ള മറ്റൊരു ക്ലബിൻ്റെ സ്ഥാനം. നല്ലൊരു തുടക്കം കിട്ടിയതാണ് ഈ സീസണിൽ. പക്ഷേ അവർക്ക് പിന്നീട് അങ്ങോട്ട് മാനേജ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. സ്ഥിരം തോൽവികൾ അവരെ ബുദ്ധിമുട്ടി വെച്ചുകൊണ്ടേയിരുന്നു. അതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ പോയിന്റ് ടേബിൾ അത്രയും ഒരു താഴെ പോകാൻ 9ാം സ്ഥാനത്തേക്ക് പോകാൻ കാരണമായത്. എന്താണെങ്കിലും റെലഗേഷൻ ബാറ്റിൽ നിൽക്കുന്ന 3 ടീമുകൾ ഐസാൾ FC, അതുപോലെ സ്പോർട്ടിംഗ് ബംഗളൂരു ആൻഡ് ഡൽഹി FC എന്നിവരാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഐസ്വാൾ എങ്ങനെയെങ്കിലും കടന്നുകൂടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ റെലഗേഷൻ ബാറ്റിൽ മെയിനായിട്ട് വരാൻ സാധ്യത എനിക്ക് ആസ് ഓഫ് നൗ തോന്നുന്നത് ഡൽഹി FCയും സ്പോർട്ടിംഗ് ബാംഗ്ലൂരും ആണെന്നുള്ളതാണ്. സോ ഇതിൽ ഡൽഹി FCയുടെ ഒരു കാര്യം പറയുമ്പം ഏറ്റവും ഹോം സപ്പോർട്ടുള്ള ടീമാണ് ഇത്തവണ ഈ ലീഗിൽ. ഏറ്റവും ആവറേജ് അറ്റൻഡൻസ് ഒക്കെ കിട്ടുന്ന ടീമാണ് ഡൽഹി FC. എന്നിട്ട് പോലും അവരുടെ പോയിന്റ് ടേബിളിൽ ഏറ്റവും അടിത്തട്ടിലായി പോകുന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിമുട്ട് ആയി മാറുന്നുണ്ടെന്നുള്ളതാണ്. അപ്പം അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. എന്താണെങ്കിലും ജനുവരിയിൽ നടത്തിയിട്ടുള്ള ട്രാൻസ്ഫേഴ്സ് എങ്ങനെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു എന്നുള്ളത്, അതുപോലെ തന്നെ ഏതെങ്കിലും ടീം ഇനി ഒരു മിറാക്കിൾ ജേർണിയൊക്കെ നടത്തിയാലായിരിക്കും ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നൊരു വലിയൊരു ചേഞ്ചസ് ഉണ്ടാകുക. അല്ലെങ്കിൽ എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻസ് ഒരു ഐ ലീഗ് ചാമ്പ്യൻസ് ആകാനുള്ളൊരു റേസിലുണ്ടാകുക നാംദാരിയും ചർച്ചിലും ഇന്റർ കാഷിയും ഗോകുലം ആയിരിക്കും എന്നുള്ളതാണ്. അതുപോലെ ഈ പറഞ്ഞ റെലഗേഷൻ ഇതിൽ പ്രധാനമായിട്ടും ഫൈറ്റ് ചെയ്യേണ്ടി വരുന്നത് ഡൽഹി FCക്കും SC ബംഗളൂരുവിനും ആയിരിക്കും എന്നുള്ളതാണ്. സോ ഫുട്ബോളാണ്, നമുക്കൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി ഇതേപോലെ തന്നെ ഒരു ഹാഫ് ഓഫ് ദി മാച്ചസ് കളിക്കേണ്ടിയിരിക്കുന്നു. അതിൽ ഓരോ മാച്ചസും ഒക്കെ എനിക്ക് തോന്നുന്നു ISLനേക്കാൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കോമ്പറ്റീറ്റീവ് ആയിട്ട് വരുന്നൊരു, കാരണം ISLൽ ഇത്തവണ അത്ര ഒരു ഷീൽഡിലൊന്നും ഒരു കോമ്പറ്റീഷൻ വരുന്നില്ല. പക്ഷേ ഇവിടേക്ക് വരുമ്പോഴത്തേക്കും അവിടെയും റെലഗേഷൻ ബാറ്റിലൊക്കെ ഒരു കോമ്പറ്റീഷൻ ഉണ്ട് എന്നുള്ളൊരു ഫാക്ടറാണ്. അപ്പം എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ ഒരു സൈനിങ് ഓഫ്.